നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കല്യാണം നടന്ന അവരൊരിക്കലും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരില്ല. ഇനി അഥവാ ഇറങ്ങേണ്ടി വന്ന നന്ദുവിനെ അവരതോടെ കൈവിടും. അതും അറിയും. നന്ദുവിനെ അങ്ങ് കൂടെ നിർത്തിയാലേ ചെയ്തു പോയ അപരാധങ്ങളൊക്കെ ഗിരി അങ്ങ് മറക്കുമെന്നും അവർക്ക് മാപ്പ് കൊടുക്കുമെന്ന് അവർക്കങ്ങ് തോന്നിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞ അനുരാധാന്റെയും നിതീഷും നേരത്തെ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് നേരെ ഗിരിയുടെ കാലിൽ തൊട്ട് സാഷ്ടാംഗ മാപ്പ് പറയുന്ന കാര്യം. അവരിനി എന്ത് ചെയ്തെന്ന് നീ പറഞ്ഞാലും ഗിരി അവർക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ഗിരിയുടെ മനസ്സെനിക്കറിയാം. സ്വന്തം അച്ഛനെ ഇല്ലാണ്ടാക്കാൻ കൂട്ടുനിന്ന അനുരാധാമ്മയെ ശിക്ഷിക്കാൻ ഗിരിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല. സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. അനുരാധാന്റെ കുറിച്ചുള്ള സത്യങ്ങള് ഗിരിയോട് നീ പറയുന്ന നിമിഷം നന്ദുവിന്റെ കല്യാണം മുടങ്ങും. പറയാതിരുന്ന അത് നീ ഗിരിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികേടായിരിക്കും. അത് തന്നെ എന്റെ ടെൻഷൻ. ഇത്രയും കാലം കഷ്ടപ്പെട്ട് അന്വേഷിച്ചൊടുവില് ആ സ്ത്രീക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയതായിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയല്ലോ ദൈവമേ. സാധാരണ പോലെ തീരുമാനിച്ച ഒരു കല്യാണമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വേണ്ടാന്ന് വെക്കാനായിട്ട് എന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞേനെ. നന്ദുവിന് ചേർന്ന ബന്ധങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഇഷ്ടം പോലെ വരുമെന്ന് ഞങ്ങൾ കരുതിയേനെ. ഇതിപ്പോ അതും വയ്യല്ലോ. ഏതായാലും ആ ഡയറിയിൽ നിന്ന് നിനക്ക് കിട്ടിയ രേഖകൾ നീ ഗിരിയോട് പറയാതിരിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ സത്യങ്ങളെല്ലാം നീ ഗിരിയോട് തുറന്നു പറഞ്ഞ ശേഷം നിന്റെ അനിയത്തെ ഓർത്ത് നിതീഷിനോടും അവന്റെ അമ്മയോടും ക്ഷമിക്കാൻ നീ ഗിരിയോട് അപേക്ഷിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല സ്നേഹം. ആ ഡയറിയിലെ സത്യങ്ങള് ഗിരി അറിയുന്ന നിമിഷമേ എന്റെ നന്ദുവിന്റെ ജീവിതം തകരും. അത് ഞാൻ കണ്ടു നിൽക്കേണ്ടി വരും. അതിന് ഞാനായിരിക്കും കാരണം എന്നുള്ള തിരിച്ചറിവ് ഈ ജീവിതകാലം മുഴുവൻ എന്നെ പൊള്ളിച്ചോണ്ടേയിരിക്കും. അവളോട് മാത്രമല്ല എന്റെ കുടുംബത്തിനോടും കൂടി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോവത്. എല്ലാം പോട്ടെന്ന് വെച്ച് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നാൽ തന്നെ നന്ദുവിന്റെ ജീവിതം നന്നാവുന്ന നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ നീ ഒട്ടും വൈകാതെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് വീട്ടുകാരെ വിലക്കണം. അതാണ് ഏറ്റവും നല്ല കാര്യം. വൈകുന്തോറും എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും സ്നേഹ? എന്റെ വീട്ടിലെല്ലാരും ഒരുപാട് സന്തോഷത്തിലാ. കല്യാണത്തിന് വേണ്ട കൊണ്ടുപിടിച്ച തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. അവരോട് ഞാനിതെങ്ങനെ പറയും? എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാം ഒരുപാട് ഭയപ്പെട്ടെങ്കിലും ഒരു പോറല് പോലും ഏൽക്കാതെ നന്ദിത തിരികെ വന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. എന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അല്ല, പറയുമ്പോ സത്യസന്ധമായിട്ട് തന്നെ പറയണമല്ലോ. ഈ വിഷയത്തിൽ ഞാൻ ഒരിക്കലും നന്ദിതയെ കുറ്റപ്പെടുത്തില്ല. എന്റെ മോനാണെന്ന് വെച്ച് നിതീഷിനെ ന്യായീകരിക്കാനും പോകുന്നില്ല. ഞാനിത് പറയുന്നതിന്റെ പേരില് നീ എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. നീ അവളോട് കാണിച്ചതേ ശുദ്ധ തെമ്മാടിത്തരം തന്നെയാ. അതിൽ ഒരു സംശയവും ഇല്ല. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വച്ചാ നീ കളിച്ചത്. നിനക്കും ഇല്ലടാ പെങ്ങന്മാര്. അതുപോലെ നീ ഓർത്തില്ലല്ലോ. അല്ല അനുരാധേ, ഇത്രയും നാളില്ലാതെ നീ എന്താ പെട്ടെന്ന് ഇവനിപ്പോ കുറ്റപ്പെടുത്തുന്നത്? അല്ല, അതമ്മേ, ഇത്രയും നാള് കുറ്റപ്പെടുത്തിയാലും അവനൊരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുമായിരുന്നില്ലല്ലോ. നന്ദിത എവിടെയാ എങ്ങനെയാ എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നല്ലോ. എന്റെ മുൻ നന്ദിതയോട് കാണിച്ചത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാ. ആരും ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതാ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ അവര്. സുമിതയുടെ കുടുംബത്തിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഗിരിയല്ലേ. അതുപോലും ഈ സാമദ്രോഹി ചിന്തിച്ചില്ല.
ശരി, അതൊക്കെ സമ്മതിച്ചു. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോണത്? ആ കുട്ടിയോട് ഇവൻ കാണിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യണോ അമ്മേ? അത് നമ്മുടെ കടമയാ. അല്ലാതെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കുണ്ട് 2 പെൺമക്കള്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആ പെൺകൊച്ചിന്റെ ശാപം ഈ കുടുംബത്തിന് മേൽ വന്നു വീഴാതിരിക്കാൻ വേറെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. എന്ത് തീരുമാനം? അത് വേറൊന്നുമല്ല ഗിരിമോനെ. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം നടത്തണം, അത്രേ ഉള്ളൂ. ഇവനെ ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് സമ്മതോ? ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഇപ്പോ ഏട്ടന് ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട് അച്ഛമ്മേ. ഒരിക്കലും നന്ദിതയെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാനത് ചെയ്തത്. പറ്റിപ്പോയതാണ്. ഞാൻ ചെയ്ത തെറ്റിതിരുത്താൻ അമ്മ എന്നോട് ഒരുപാട് നിർബന്ധിച്ചു, ഉപദേശിച്ചു. ആ തെറ്റ് തിരുത്തിയെ കൊള്ളാന്ന് എനിക്കുണ്ട്. അല്ല, ഗിരിമോൻ ഇക്കാര്യത്തില് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവൻ ഈ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. നല്ല തീരുമാനം. ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ തോന്നുന്നത് നല്ല കാര്യം തന്നെയാ. നമ്മൾ എന്തിനാ വെറുതെ ആ കൊച്ചിന്റെയും ആ കുടുംബത്തിന്റെയും പ്രാക്ക് വാങ്ങി കെട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒട്ടും വച്ച് താമസിപ്പിക്കാതെ കല്യാണം നടത്തണമെന്ന എന്റെ അഭിപ്രായം. ഏതായാലും ഒരു മംഗളകാരിയല്ലേ. ഒരു ജോത്സ്യനെ വിളിച്ച് നല്ല നേരം നോക്കാതെ എങ്ങനെയാ മോനെ? അല്ലേ തക്കുടു? അതാവാം. ആ, പക്ഷേ അതിനു മുമ്പ് അവരുടെ വീട്ടുകാരോട് കൂടി. അവർക്ക് സന്തോഷോ മോനെ? ആ, എന്നായിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഒരുപാട് ആർഭാടമായിട്ടൊന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ടും, അത് മതി. അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചാൽ മതി അമ്മേ. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. നമ്മള് 2 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അതാ നല്ലത്. അതിന്റെ ആവശ്യമുള്ളൂ. എന്നാ പിന്നെ ഇനി താമസിപ്പിക്കണ്ട. എത്രയും പെട്ടെന്നേ ഒരു നാളെ കുറിച്ച് കല്യാണം നടത്താൻ നോക്ക്. അങ്ങനെയാണെങ്കിലും ചീത്തപ്പേര് ഒഴിവാക്കാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.